വെയിറ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് ഡാനിന്റെ ഫൈനൽ ലുക്കും കൂടെ ഒന്ന് കണ്ടാലോ? അപ്പൊ ഗൈസ്, ആള് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഹായ് ഹലോ, ഐ ആം ദിസ്ലി, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡാനി. അങ്ങനെ കൊട്ടും പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഡാനിന്റെ കല്യാണം അങ്ങ് കഴിഞ്ഞു. എന്റെ പേജ് ഫോളോ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും ഡാനിനെ പരിചയം ഉണ്ടാവും കേട്ടോ. കാരണം ആളുടെ ഒരു എൻഗേജ്മെന്റ് വീഡിയോ ഞങ്ങളുടെ അത്യാവശ്യം വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അപ്കമിങ് ബ്രൈഡ്സ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് സെയിം ലുക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നും ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസും ഒരുപാട് കമന്റ്സ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റിന് മേക്കപ്പ് ചെയ്യായിരുന്നപ്പോ ആൾക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. എന്നെ കൊളാക്കല്ലോ, ഞാനായിട്ട് തന്നെ തിരിച്ചറിയണേ എന്നൊക്കെ വീണ്ടും എന്നോട് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ആ ആള് ഇപ്പൊ മേക്കപ്പ് ചെയ്യായിരുന്നപ്പോ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോ എന്നും പറഞ്ഞിട്ടായിരുന്നു എന്റെ അടുത്ത് വന്ന് മേക്കപ്പിന് ഇരുന്നിട്ടുണ്ടായിരുന്നേ. വെഡിങ് ഡേറ്റ് ഫിക്സ് ആയപ്പോ തന്നെ ആളുടെ കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നീ ഒന്നും നോക്കണ്ട, നിന്റെ ഏറ്റവും ബെസ്റ്റ് പാക്കേജ് അത് നീ എനിക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടോ. മോളെ, എൻഗേജ്മെന്റിന് ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കല്യാണത്തിനും നീ എന്നെ സുന്ദരിയാക്കി തന്നെ കേട്ടോ. എൻഗേജ്മെന്റ് വീഡിയോ അത്യാവശ്യം വൈറലായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആള് ക്യാമറന്റെ മുന്നിൽ കുറച്ച് ഞാൻ ഡീസന്റ് കീപ്പ് ചെയ്യും എന്ന് വാശി പിടിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഒന്നുകൊണ്ടും അല്ലാന്നേ, ബസ്സിലൊക്കെ ആള് വർക്കിന് പോകുമ്പോ ആരൊക്കെ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. അത്ര അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആൾക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ആവശ്യമില്ല. ഞാനിന്റെ വെഡിങ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ആളുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരൂ, ആളെ കാണാൻ എന്ത് ക്യൂട്ടാല്ലേ, നേരിട്ടും ആൾ ഇത്ര ഭംഗിയുണ്ടോ, എന്ത് ക്യൂട്ടാടാ ഈ ബ്രൈഡിനെ കാണാൻ. എൻഗേജ്മെന്റ് വീഡിയോ കണ്ടപ്പോഴേ ആളെ ഞാനത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയല്ലേ ആളെ കാണാൻ, മാറ്റി ഒരുങ്ങിയപ്പോ അതിനേക്കാ ഭംഗി. ഈ മെസ്സേജസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആളുടെ സെക്കൻഡ് റിവ്യൂ എനിക്ക് വന്നത്. തെസ്ലിയെ കല്യാണത്തിനകത്ത് ഗാലറി നോക്കുമ്പോണ്ടല്ലോ എന്ത് ഭംഗിയാടി കാണാൻ, എന്ത് ഭംഗിയിലായി ഇന്നെ ഒരുക്കിയിട്ടുള്ളത്. ഒന്നും പറയാല്ലേ കേട്ടോ മേക്കപ്പിനെ കുറിച്ച്. സാരിക്കും ഓർണമെന്റ്സൊക്കെ ബ്ലെൻഡ് ആയ രീതിക്ക് ഈ എനിക്ക് മേക്കപ്പും അതിനനുസരിച്ച് നല്ലൊരു ഹെയർ സ്റ്റൈലും നമ്മൾ വിചാരിച്ച പോലെ ഒരു ട്രഡീഷണൽ ലുക്കും ഈ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല മോളെ, അത്രയ്ക്ക് ഈ ഉഷാറാക്കി തന്നിട്ടുണ്ട്. ഡ്രേപ്പിംഗ് അടക്കം അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഈ ഫോട്ടോസൊക്കെ ഞാൻ കാണുമ്പോൾ നിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. പഠിച്ചോൻ എനിക്ക് ഇത്ര കഴിവൊക്കെ തന്നിട്ടുണ്ടോന്ന് ഇടക്കിടക്ക് ഞാൻ ആലോചിക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു ആൾ എനിക്ക് റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വാക്ക് നീ കർശനായി പറഞ്ഞുകൊണ്ട് തന്നെ നിന്റെ വോയിസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോറി, എൻഗേജ്മെന്റിന് ചെയ്ത പോലെ ഒരു കംപ്ലൈന്റ്സ് ഉണ്ടാവരുത്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു എയർ ബ്രഷ് ലുക്ക് ആയിരുന്നു കേട്ടോ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരുങ്ങി കഴിഞ്ഞ ശേഷം ആൾ എന്നോട് പറഞ്ഞ് നിനക്ക് ഹിന്ദു ബ്രൈഡൽ കുറവല്ലേ, അതുകൊണ്ട് ആ ഒരു ക്ഷീണവും സങ്കടമൊക്കെ ഇതിലൂടെ അങ്ങ് മാറി കിട്ടട്ടെ. ഉള്ള പറച്ചിൽ കേട്ടിട്ട് ആരെങ്കിലും ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ അങ്ങ് എടുക്കട്ടെ അല്ലേ. അപ്പൊ ഡാനിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സൈനിങ് ഓഫ്. അടിപൊളി, ഇഷ്ടപ്പെട്ടു.